ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. ഇവിടെ ഉമ്മിച്ച് വാക്കി വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അതാണ് ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട് ഗൈസ്. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ഇന്നലെ നമുക്ക് ചോറും കറിയൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. സോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അതിൻ്റെ ഒപ്പം ഐഷ സൈനബൊക്കെ പോയി ഗൈസ്. സൈനബ സ്കൂളിൽ പോയി, ഐഷ കോളേജിൽ പോയി. ഐഷയ്ക്ക് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഗൈസ്. സോ ആ കോമ്പറ്റീഷൻ അവൾക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവളൊന്നും വരത്തില്ല. ഐ തിങ്ക് ദർ ഇസ് 2-3 സെഗ്മെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അതിൽ ഇന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഷിൽ ബി സ്റ്റേയിങ് ദെയർ, അല്ലെങ്കിൽ ഷിൽ കം ബാക്ക് ടുഡേ. സോ മറ്റേ പാടില്ലേതാ കളി വീടുറങ്ങിയല്ലോ, ആ രീതി ആയിട്ടുണ്ട്. സോ നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കാം ഗൈസ്. ആദ്യം ഒരുപാട് ചോദിക്കണമോ ഫുഡ് നമ്മളിപ്പോൾ കഴിക്കട്ടെ. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. ഫൈനലി ഉമ്മച്ച് ക്ലീൻ ചെയ്താൽ കഴിഞ്ഞു. ഉമ്മച്ച് എനിക്ക് ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണിച്ചു തരാം ഗൈസ്. പ്ലേറ്റൊക്കെ എടുത്തു. ആദ്യം കുറച്ച് ചോറ്, ഒരു സ്പൂൺ ഇട്ട്, ഇരിച്ചിരി കൂടി ഇട്ടോ. അത്ര വേണ്ട, അത്രയും വേണ്ട അമ്മ, അത്രയും വേണ്ട അമ്മ. ഗൈസ് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ആരെ തടിച്ചാക്കുന്നതാണ്. എത്ര തവണ പറഞ്ഞാലും കേൾക്കത്തില്ല ഗൈസ്. അമ്മ ഇത്രയും ചോറിടല്ല, ഇച്ചിരി കുറയ്ക്ക. ഇനി അടുത്തതിനെന്താ? ഇതെന്നാ തോരൻ. ദിസ് ഇസ് 1 പയർ തോരൻ ഗൈസ്. ഓ സോറി, അച്ചിങ്ങപ്പയർ തോരൻ. അയ്യോ അവിടെ വീണു. ചോറ് സുന്ദരിയായിട്ടിരിക്കണില്ലമ്മ. ഇത് ഒരു സൈഡിലേക്ക് ഇരിക്കുന്നു ചോറ്. സുന്ദരിയാക്കി വെക്കും. യെസ്, സുന്ദരിയാക്കി മതി. എനിക്ക് അത്ര മതി. ഇതെന്താ ഇത്രയും വെജിറ്റബിൾ വേണ്ടായിരുന്നു, ഇങ്ങനെ സ്നേക്ക് ഉണ്ടായിരുന്നു അല്ലേ ഗൈസ്? ഇതൊക്കെ എന്നാ ഇതിനകത്ത് എന്താ? കേരയാണോ? ഓ മൈ ഗോഡ്, കേര എന്താ? കേര മുളകരച്ചത് ഗൈസ്. ഉമ്മച്ചി കുറെ കോൺട്രവേഴ്സി വരുന്നുണ്ട് ഇപ്പം. ഒരാള് കമന്റ് ഇട്ട്, എന്താണ് ഇത് കേര മുളകരച്ചതൊന്നും അല്ല, ഇത് കേര വേറെ എന്തോ കറിയാണ്, വെറുതെ ആളുകളെ പറഞ്ഞ് പറ്റിക്കല്ലേ, മുളക് പൊടി വാരി ഇട്ടിട്ടെന്ന് പറഞ്ഞു ഉമ്മച്ചി. ഇതിനെ കുറിച്ച് ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഉമ്മയുടെ സത്യസന്ധതയെ അവര് ചോദ്യം ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മ? ഇല്ല, ഉമ്മ എല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടുന്നു ഗൈസ്. ഉമ്മ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കറി വെച്ചോ അമ്മ? തൈരുണ്ടോ അമ്മ? ഫ്രിഡ്ജിലുണ്ടോ? യെസ്, തൈരും ഉണ്ട് സുഹൃത്തുക്കളെ. ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ കറി വാരി ഒഴിച്ചേന്. ഉമ്മച്ചി ആയതുകൊണ്ട് മീൻ പൊരിച്ചെന്താ? കേരയുണ്ടാ, പിന്നെന്തുണ്ടാ? മാന്തളം ഉണ്ട് ഗായ്സ്. ഓ ഇന്ന് ഞാനൊരു പൊടി പൊട്ടിക്കും. അമ്മ തൈരും കൂടെ വെച്ചേരാവോ? എന്നാ എടുത്തോ, തൈരെടുത്തോ. ഇതെന്നാ എന്തെടുത്താലും ഇങ്ങനെ എടുത്ത് അടുക്കിയൊക്കെ വെക്കണം. ഞാനാണ് അവിടെ ഇട്ടിട്ട് പോയേനെ. നമുക്ക് തൈര് എടുക്കാൻ പോകാം ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗോ. തൈരെവിടെ? അതായിരിക്കണം തൈര് ഗൈസ്. നമുക്ക് തൈരിടാം. മിൽക്കി മിസ്റ്റിന്റെ തൈരാട്ടോ ഗൈസ്. ഒരുപാട് പേര് എന്നോട് കമന്റ് സെക്ഷൻ ചോദിക്കലുണ്ട്, ഇത് തൈരാണോ ഐസ്ക്രീം ആണോ വീട്ടിലുണ്ടാക്കുന്നതാണോ, എങ്ങനെ ഇത്ര കട്ടിയെന്നൊക്കെ. കട്ടി വരുന്നത് ഈ തൈര് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് ഗൈസ്. മറ്റേ ബക്കറ്റ് തൈര് മേടിക്കാൻ കിട്ടും. 100 സംതിങ് അത്ര എങ്ങാണ്ടൊക്കെ വിലയുള്ളൂ. മതി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇതെന്നാ ഒരു സാധനം കൂടെ ഉണ്ട് ഗൈസ്, ചക്കയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഓ കാണാൻ തന്നെ എന്താ ഒരു രസമല്ലേ ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. അപ്പം ഞാൻ 2-3 വാ കഴിച്ചു. നമുക്ക് നിങ്ങളുടെ ഒപ്പം ഇന്ന് കഴിക്കാം. കുറച്ച് പേര് ഇങ്ങനെ കമൻ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, 1-2 പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ പണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഈറ്റിംഗ് ഇതും കൂടെ കാണിക്കുമെന്ന്. പക്ഷേ കിടക്കാൻ ടേസ്റ്റ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇതിനു വേണ്ടി 7 മലയും കടന്ന് 1 കടലും കടന്ന് വന്നാൽ പോലും വർത്തിച്ച.
നല്ല ഭക്ഷണം, അതാണ് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആക്കുന്ന ഗൈസ്. ഗുഡ് ഫുഡ് കുക്ക്ഡ് വിത്ത് ലവ്. അപ്പോൾ ഞാൻ തീർത്തു. ഉമ്മാട് കുറച്ച് സൊറയും പറഞ്ഞിട്ട് ഓടി വരാം ഗൈസ്. ഞാൻ ദേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഉമ്മിച്ചി നേരത്തെ നമുക്ക് കാണിച്ചു തന്ന സാധനം എടുക്കാം ഗൈസ്. മറ്റേ ചക്ക കിട്ടിയിട്ടുണ്ട്. അമ്മ ഇത് ഫ്രിഡ്ജിൽ വെച്ചോട്ടെ കഴിച്ചിട്ടാ. തണുത്ത ചക്കയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഏതാ എന്നെ കാണാൻ വേണ്ടി പിച്ചക്കാരിയെ പോലെയുണ്ട് ഗൈസ്. ആരെയും ഞാൻ കുറ്റം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കുളിക്കുക. ഞാൻ ഇതെല്ലാം കുളിച്ച് സെറ്റപ്പായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പിച്ചക്കാരിയെ പോലെ ഇങ്ങനെ വരുന്നത്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഒരു തവണ പറഞ്ഞാണല്ലോ അല്ലേ, പിന്നെ പറയാം. നല്ല മധുരമുണ്ട്. ഞാൻ ഒറ്റ സിറ്റിങ്ങിൽ ചിലപ്പം ഹാഫ് ചക്കയൊക്കെ തിന്നും ഇതുപോലെ മധുരം ഉണ്ടെങ്കിൽ. എനിക്കിഷ്ടമാണ് ചക്ക. ഇപ്പം സമയത്തിന് 1:30 ഗൈസ്. ഇപ്പം 1:30 ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു ഞാൻ ആലോചിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമായിരിക്കും. ഐ ഡിസേർവ് റെസ്റ്റ് ബ്രോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ എന്നോട് പറയാറ്. നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായി ഇരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു? ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. ഇതൊക്കെ എടുത്തിട്ട് പോണ് ഗൈസ്. ഒരു സാധനം എടുത്ത് അപ്പുറത്തോട്ട് എടുക്കുക, അവിടെ എടുത്ത് ഇപ്പുറത്തോട്ട് എടുക്കുക. ഇതാണ് ഉമ്മയുടെ പണി. ഉമ്മക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. തൂക്കുക, തുടക്കുക, സാധനം എടുത്ത് ഇപ്പുറത്ത് ഇപ്പുറം വെക്കുക. അത് ശരിയായില്ലേ? ഇവിടെ എടുത്ത് അപ്പുറത്തോട്ട് വെക്കുക ഗൈസ്. ചില ആൾക്കാരുണ്ടല്ലോ ഐ ആം വെരി ഹോണസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നൊരു സ്വഭാവം വളരെ കോമൺ ആണ് നമ്മുടെ ജനറേഷനിൽ. വളരെ കോമൺ. അത്രയും നോർമലൈസ് ആയിപ്പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്താണ് ഹോണസ്റ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും 2 കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് എപ്പോഴും ഹോണസ്റ്റായിട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് തോന്നുന്നതൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയാമെന്നല്ല. ഒരാൾ നമ്മളെ ബോഡി ഷെയിം ചെയ്തു, അപ്പോൾ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഐ എം സോ ഹോണസ്റ്റ് ബ്രോ, ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയുന്നത് ഇസ് വെരി റോങ്. ഒരു ലൈനുണ്ട് അല്ലേ? വെൻ ഗിവൺ ചോയ്സ് ബിറ്റ്വീൻ കൈൻഡ്നെസ് ആൻഡ് ബീങ് റൈറ്റ്, ചൂസ് കൈൻഡ്നെസ് ഗൈസ്. കാരണം അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത്. കാരണം വേറൊരാളെ വിഷമിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. ഈ ദുഷിച്ച കാര്യങ്ങളും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടല്ല ഓണസ്റ്റിയും സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സും ഉള്ളത്. ഹോണസ്റ്റിയും സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സും ഉള്ളത് സത്യസന്ധത എന്നുള്ളൊരർത്ഥമുണ്ട്. അതിനെ ഒരുപാട് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്താണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഗൈസ്. ഒരു ആൾ എന്ത് വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞാലും നമ്മൾ എന്തിനാണ് അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബ്രോ ഐ ആം സോ സ്ട്രെയിറ്റ് ഫോർവേഡ്, എനിക്കൊന്നും ഒളിച്ചു വെക്കാൻ അറിയില്ല എന്നുള്ള സെൻറ്റൻസ് പറയുമ്പോൾ നമുക്ക് പിന്നെ അവരോടൊന്നും പറയാനില്ല. കാരണം ചില കാര്യങ്ങൾ കോമൺ സെൻസിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അല്ലേ? അല്ലാതെ നമുക്ക് അവരോടത് അടിച്ചേൽപ്പിച്ച് നമുക്ക് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയത്തില്ല. സോ നമ്മൾ തന്നെത്താനെ നമ്മുടെ വാക്കുകൾ വിലയിരുത്തുക സുഹൃത്തുക്കളെ. ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞിട്ടില്ല എന്നല്ല, എൻ്റെ ഭാഗത്തുനിന്നും ചില വളരെ ചുരുക്കമാണ്. ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ആരെയും, ഒന്നാമത്തെ കേസ് ഇൻട്രോവേർട്ട് ആണല്ലോ. ഇന്നത്തെ കാലത്ത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു രോഗമായി കണക്കിലെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം ഇൻട്രോവേർട്ട് ആയത് തന്നെ വർത്തമാനം വളരെ കുറവാണ്. ഉള്ള സമയങ്ങളിലാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വാ തുറക്കാറില്ല ഗൈസ്. ഉമ്മ വിളിക്കുന്നുണ്ട്, സഹായിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ കഴിച്ച് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ. പൂച്ച സാർ എവിടെ പോകുന്നു ഗൈസ്? ഞാൻ അതേ പോയി കുളിച്ച് മടിച്ച് ഒരുങ്ങിക്കിടക്കുകയായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലിപ് ടിൻ്റ് ഇട്ടിട്ടുണ്ട്, മറ്റേ ലിപ് ഡ്രിപ്പില്ലേ മാൾസിൻ്റെ. അത് കഴിഞ്ഞ ശേഷം ഇപ്പം അമ്മച്ചി വന്നിട്ടുണ്ട്. സോ ഞാൻ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പരിപാടി ഉണ്ട് ഗൈസ്. ഞാൻ ഒരു കുക്കിംഗ് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ റെസിപ്പി കറക്റ്റാവുമെന്ന് എനിക്കറിയത്തില്ല. കറക്റ്റാവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഭയങ്കര ലോങ് ആയിപ്പോവും. ഞാൻ റെസിപ്പി ഷോർട്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്വാറന്റൈനിൽ ഞാൻ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ഒരു ഫ്യൂഷൻ പോലെ ചെയ്യാനാണ്. അപ്പം ഞാൻ പോയിട്ട് ഒന്ന് മിണ്ടിയിട്ട് വരാം.
ഗൈസ് എനിക്ക് വിശന്ന് അത് ഞാൻ കുറച്ച് ആപ്പിൾ ജ്യൂസ് കുടിച്ചു. അതിന് ശേഷം ഉമ്മച്ചിയുണ്ട് ഗൈസ്. ഉമ്മ എനിക്ക് ബിസ്ക്കറ്റ്സൊക്കെ നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കി വെക്കാം. എനിക്ക് എന്നോട് താല്പര്യമില്ല പക്ഷെ ഉമ്മച്ചിക്കാണ് ഗൈസ്. പൊട്ടിക്കട്ടെ. ഞാൻ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ്സ് ഫുള്ള് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി 2-3 എടുത്ത് കഴിക്കാം. ഞാൻ മറ്റേ ലോഡഡ് ഫ്രൈസ് പോലെ ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. ഈ ചില്ലി ഇങ്ങനെ എനിക്ക് ക്വാറന്റൈൻ ടൈമിൽ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ എരിവുള്ള സാധനം കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പം ഫുൾ ലോക്ക്ഡൗൺ അല്ലേ, അങ്ങനെ ക്രേവിങ് വരുമ്പോൾ ഏറ്റവും എളുപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിരുന്നു. അപ്പം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാക്കാൻ ഗൈസ്. അപ്പം ഞാർത്തും ഇന്നത്തെ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും മാറ്റിന് അതും ഫ്രൈസും കൂടെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ എന്നെ മടി വിഴുങ്ങി. അതുകൊണ്ട് I'm not sure ഇന്ന് ഉണ്ടാക്കുമല്ലോ എന്ന്. അതാണ് അത് ഗൈസ്. ആയിഷ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആയിഷ പ്രോബബ്ലി 8 ഒക്കെ ആവും, 8-9-8:30 ഒക്കെ ആവുമായിരിക്കും വരുമ്പോഴത്തേക്കും. അതുവരെ നമ്മൾ ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒറ്റയ്ക്കാണ്. അസൈന് പോരും. അത് നമുക്ക് ഇതൊക്കെ കഴിച്ച് നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കാം. ഞാനൊരു ക്രൈം ത്രില്ലർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിപാടി ഇതാണ്. ഒരു മലയാളം പടം കാണണമെന്നുണ്ട്, പക്ഷേ ഇത് തീർത്തിട്ട് അത് കാണാമെന്ന് വിചാരിച്ചു. ഗൈസ് എൻ്റെ മടി ഞാൻ മാറ്റി വെച്ചിട്ട് സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കി ഉമ്മാക്കും കൊടുത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഗൈസ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ എന്തായാലും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പഠിക്കുന്ന ചൂടുണ്ടോ? ശൈലബിൽ ടേസ്റ്റ് നോക്കുന്ന കാണിച്ചു തരാം ഗൈസ്. എന്ത് കാണിക്കണേ? എപ്പടി നൈസാണോ? എനക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് ചില ആൾക്കാർ പറയലുണ്ട്. എങ്ങനെ ഉണ്ടാ എൻ്റെ കുക്കിങ്? ഈ പൊടി ഗൈസ് നമ്മൾ വാപ്പാനതേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് ആണ്. പുള്ളി അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കും. അതാണ് നമ്മുടെ റീതി. ഇപ്പോൾ കാര്യങ്ങളെ കാണിച്ചിടാവേ ഗൈസ്. ഡാഡി ജി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ കോരി എടുക്കല്ലേ, ചിക്കനും എടുക്ക്. ചിക്കൻ്റെ കറക്റ്റ് സമയത്ത് ഗൈസ്. എങ്ങനെ ഉണ്ടാ? കിടുക്കനല്ലേ? ഗസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാന്നാ ഗൈസ്. വാപ്പിച്ചി ഗസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു. വാപ്പിച്ചിയുടെ ബ്രദറും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരിപ്പോൾ പോയി. അതുകൊണ്ട് വാപ്പയുടെ വീഡിയോയുടെ കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇനിയിപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു രാത്രി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പുട്ടും മീൻകറിയൊക്കെ കഴിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എനിക്ക് ആകെ അങ്ങ് വയറ് നിറഞ്ഞു പോയി ഗൈസ് എനിക്ക്. അതുകൊണ്ട് ഞാൻ രാത്രി ഒന്നും കഴിക്കലുണ്ടാവില്ലായിരിക്കും. ആൻഡ് പ്ലസ് ഐഷ ഇന്ന് വന്നില്ല ഗൈസ്. ഐഷയ്ക്ക് നാളെ ക്ലാസ് ഉണ്ട്. സോ ഐഷ ഇന്ന് വരത്തില്ല. ഐഷ വിൽ ബി ദേർ. അതുകൊണ്ട് അതുകൊണ്ട് ഞാനിന്ന് ചെയ്യുന്നുണ്ടാവില്ല. നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ട് കിടന്നുറങ്ങും ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഒരു വ്ളോഗ് കൊണ്ട് വരുന്നതായിരിക്കും ഗൈസ്. ഇത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓക്കെ, ബൈ.